നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം ഒടുവിൽ സമാധാനത്തിൽ എത്തി നിൽക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ സമാധാനം നശിപ്പിക്കാനായി എന്തും ചെയ്യുമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് മറ്റാരുമല്ല, ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു. കാരണം യുദ്ധത്തിലൂടെ തന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ തനിക്ക് കുറെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്, അത് നിറവേറാത്തതിനാലാണ് സമാധാനത്തിലേക്ക് ഒരു കരാറിലേക്ക് എത്തുമ്പോൾ അവിടെ ഇടം കോലിടാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ലോകത്തിന് ആശ്വാസം നൽകുന്ന അമേരിക്ക ഇറാൻ ധാരണ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നിലുള്ളത് വലിയ വലിയ വെല്ലുവിളികളാണ്. സ്വന്തം രാജ്യാതിർത്തിക്ക് പുറത്ത് ഇറാനും ഇസ്രയേലും അമേരിക്കയ്ക്കുമുള്ള താല്പര്യങ്ങളും സ്വാധീനവുമാണ് അതിലെ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി. ഏതു നിമിഷവും തർക്കം ഉടലെടുക്കാവുന്ന ഒട്ടേറെ ഘടകങ്ങൾ നിലവിലെ ധാരണാപത്രത്തിലുണ്ട്. ഹോർമൂസിൽ പണം ഈടാക്കുമെന്ന ഇറാൻ ഉറപ്പിച്ചതോടെ ലോകത്ത് മറ്റു കടലിടുക്കുകളിലും ഇതേ സ്ഥിതി ആവർത്തിച്ചേക്കാം. ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടും അതിന്റെ സേനകളും പലസ്തീനിലും സിറിയയിലും ലെബനിലും ഇറാഖിലും ഉൾപ്പെടെ ആകെ വ്യാപിച്ചു കിടക്കുകയാണ്. ഗാസയിൽ ഹമാസ്, ലെബനിൽ ഹിസ്ബുള്ള, യമനിൽ ഹൂത്തികൾ. ഇറാൻ അനുകൂല തീവ്ര നിലപാടുള്ളവർക്കും ഇസ്രയേലിനും നിലവിലെ ധാരണ അങ്ങോട്ട് ദഹിച്ചിട്ടില്ലാത്തതിനാൽ ഇവരിൽ ആരുമായും ഇസ്രയേൽ തമ്മിൽ ഏതു നിമിഷവും ഒരു പ്രകോപനം ഉണ്ടാകാം. നിലവിൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിറകിൽ അതായത് ഇതിനു പിന്നിൽ ആരാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇസ്രയേൽ ആകട്ടെ എന്ത് ചെയ്യുന്നു? ലെബനും ഗാസയിലും സിറിയയിലും നിലവിലുള്ള മേഖലകളിൽ നിന്നും പിന്നോട്ട് മാറില്ല എന്ന കടുത്ത നിലപാടിലാണ്. മിസൈൽ ശേഷിയെ നിയന്ത്രിക്കുന്നതും മേഖലയിലെ മറ്റു സംഘർഷങ്ങൾക്ക് നൽകുന്ന പിന്തുണയും കരാറില്ലാത്തത് ഇസ്രയേലിന് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. ഇസ്രയേൽ വെറുതെ ഇരിക്കില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. ഹോർമൂസിൽ പണം ഈടാക്കുമെന്നു തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ പണം ഈടാക്കുന്നത് ടോളല്ല, മറിച്ച് സർവീസ് ചാർജ് ആണ് എന്നാണ് അവരുടെ വിശദീകരണം. ഹോർമൂസ് ഇറാന്റെ പരമാധികാരത്തിലാണ് എന്ന വാദം ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. ഈ നിലപാട് ലോകത്തെ മറ്റ് 8 കടലിടുക്കിലേക്ക് വ്യാപിച്ചാൽ ലോകത്തെ ചരക്കു നീക്കത്തിന്മേൽ കാര്യമായ തിരിച്ചടി ഉണ്ടാകും. അത് സ്വാഭാവികവുമാണ്. ഇന്തോനേഷ്യക്കും സിംഗപ്പൂരിനും മലാലയ്ക്കും സ്വാധീനമുള്ള മലാക്ക, ഈജിപ്തിലൂടെയുള്ള സൂയസ് കനാൽ, പനാമ നിയന്ത്രണത്തിലുള്ള പനാമ കനാൽ, തുർക്കിക് സ്വാധീനമുള്ള ടർക്കിഷ് കടലെടുക്ക്, ഹൂത്തികളുടെ സാന്നിധ്യമുള്ള ബാബ് അൽ മന്ദബ് ഉൾപ്പെടെ പണം ഈടാക്കുമെന്ന നിലപാട് സ്വീകരിച്ചാൽ അത് വൻ തിരിച്ചടിയാകും. യുറേനിയം ശേഖരം പിടിച്ചെടുത്ത് നശിപ്പിക്കും എന്നാണ് അമേരിക്ക ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുവാനും യുറേനിയം ശേഖരം അടിയറവ് വെക്കാനും തയ്യാറല്ല എന്ന് ഇതുവരെയും ഇറാൻ പരസ്യമായി പറഞ്ഞിരിക്കുന്ന നിലപാട്. ഉപരോധം നീങ്ങുന്നതോടെ എണ്ണ ആഗോളതലത്തിൽ വിൽക്കാൻ ഇറാനാകും. 30,000 കോടി ഡോളറോട് അധികം, അതായത് ഈ ഫണ്ടും ഇറാന് ലഭിക്കുകയും ചെയ്യും. എന്തായാലും കരുത്താർജിക്കുന്നതോടെ ഇറാന്റെ ഗൾഫ് രാഷ്ട്രങ്ങളോടുള്ള തുടർ സമീപനം എന്താകും എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അമേരിക്ക ഇറാന്റെ പരിസരത്തു നിന്നും മേഖലയിൽ നിന്നും സേനകളെ പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരത്തിന് ഇതുവരെ ഉണ്ടായില്ല. അതായത് വ്യക്തമായ ഒരു ഉത്തരം വന്നാൽ മാത്രം, അതായത് ഇറാനും അമേരിക്കയും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ ഈ ഡിജിറ്റൽ പോലും എത്തിയിരിക്കുന്ന കരാർ അവസാനം ഒപ്പുവെക്കലിലേക്ക് വഴിമാറുകയുള്ളൂ. ഒപ്പുവെക്കലിന് മുന്നിൽ കരാർ പരാജയപ്പെടുമോ അതോ പൂർണ്ണമായി വിജയം സാധിക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.